വയനാട്ടിലേക്കുള്ള ബദൽ പാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് പദ്ധതിരേഖ തയ്യാറാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ അറിയിച്ചു. താൽക്കാലിക അലൈൻമെന്റ് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഡിസംബറോടെ പദ്ധതിരേഖയ്ക്ക് അന്തിമ രൂപം നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വിസ്മൃതിയിലായിരുന്ന പദ്ധതി മീഡിയ വൺ പരമ്പരയെ തുടർന്നാണ് സജീവമായത്. മീഡിയ വൺ ഇംപാക്ട്. ഏറെ നാളായി വിസ്മൃതിയിലായിരുന്ന വയനാട്ടിലേക്കുള്ള ബദൽ പാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിനെ കുറിച്ച് മീഡിയ വൺ പരമ്പരയാണ് വിഷയം സജീവ ചർച്ചയാക്കിയത്. ഇന്ന് പേരാമ്പ്ര MLA TP രാമകൃഷ്ണൻ സബ്മിഷനായ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു. അതിന് മറുപടി നൽകിയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പദ്ധതി രേഖയ്ക്ക് ഡിസംബറോടെ അന്തിമ രൂപമാകുമെന്ന് അറിയിച്ചു. വനത്തിലെ സർവേ നടപടി പൂർത്തിയായി. തുടർ നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർവേ പൂർത്തിയാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുവാൻ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണെന്ന വിവരം സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ പരിശോധിച്ച് പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിന്റെ താൽക്കാലിക അലൈൻമെന്റ് തയ്യാറാക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അലൈൻമെന്റിന്റെ അംഗീകാരത്തിന് ശേഷം പദ്ധതി രേഖ കൂടി തയ്യാറാക്കും. ഡിസംബറോടെ പദ്ധതി രേഖയ്ക്ക് അന്തിമ രൂപം നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഈ സഭയെ ഞാൻ അറിയിക്കുകയാണ്. DPR തയ്യാറാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. സാർ, കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് സമീപമുള്ള പൂഴിത്തോട് നിന്ന് 7 കിലോമീറ്റർ വനത്തിലൂടെ റോഡ് നിർമ്മിച്ചാൽ വയനാട് പടിഞ്ഞാറത്തറയിൽ എത്തിച്ചേരും. ചെലവ് കുറഞ്ഞ ദൈർഘ്യം കുറഞ്ഞ പദ്ധതിയിൽ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ സാഹചര്യത്തിലാണ് ഈ പാതയെക്കുറിച്ച് ചർച്ച മീഡിയ വൺ തുടങ്ങിവെച്ചത്. മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, കോഴിക്കോട്.